ഹായ് ഗൈസ്, എൻ്റെ വീഡിയോ കാണുന്ന 4-5 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 4-5 പേരിൽ 5-4 പേരും ഒരേ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാരായിരിക്കും. കാരണം നാളെ എന്തെങ്കിലും ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും ബെറ്റർ ആക്കണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ കിട്ടുന്നതോ അതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഇന്നലെ കിട്ടിയിരിക്കുന്നത്. അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഓഫീസിൽ പോയി. അങ്ങനെ ഓഫീസിൽ പോയിട്ട് ഇരുന്നപ്പോൾ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. വർക്കിനിടയിൽ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. എൻ്റേതല്ലാത്ത ഇഷ്യൂസിന് വേണ്ടിയിട്ട് വിളിച്ചു. എന്നിട്ട് 3 ദിവസത്തെ സാലറിയൊക്കെ കട്ടാക്കി. ഓക്കെ, കാരണം പറഞ്ഞാൽ ഞാനെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ദിവസം അല്ലെങ്കിൽ നാളെ ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇപ്പോൾ മേലുള്ള ആൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം പറഞ്ഞാൽ ഇന്നത്തേക്കാൾ മോശം അവസ്ഥയിൽ അവൻ പോകണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിച്ചിരിക്കുന്ന ആളായിരിക്കും മേലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, പക്ഷേ ദൈവം ഒത്തിരൊന്നും തരില്ല. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ദൈവമില്ലേ, അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് മാത്രം ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ നമ്മളെ സങ്കടങ്ങൾ മാത്രം കാണാത്തതാണോ എന്നൊക്കെ ചിന്തിക്കും. അതുപോലെ തന്നെ ആയിരിക്കും മിക്ക ആൾക്കാരും. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാളും നല്ല, അല്ലെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ മുമ്പത്തെ കമ്പനിയാണ് ബെറ്റർ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മൾ ചില സമയത്ത് പറയാറുണ്ട്, ഇക്കര കാണുമ്പോൾ അക്കര പച്ച എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയാണ്. നമ്മൾ വലിയ കമ്പനീൻ്റെ ഒക്കെ എന്ന് വിചാരിക്കുന്ന വലിയ സാലറി കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, ബട്ട് നമ്മുടെ പൊസിഷൻ താഴെയാണെങ്കിൽ എപ്പോഴും നമ്മുടെ മേലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നോളജ് കാര്യങ്ങളൊക്കെ വേണം. അത്യാവശ്യം നോളജും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു ഹൈറാർക്കി സൊസൈറ്റിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഈ പിന്നെ നെപ്പോട്ടിസം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ നെപ്പോട്ടിസം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നോളജൊന്നും ഉണ്ടാവില്ല. ഈ നെപ്പോട്ടിസം കാര്യങ്ങളൊക്കെ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ അവർ തട്ടുള്ള ആൾക്കാരെ ഒരിക്കലും മനസ്സിലാക്കില്ല, ആ സിറ്റുവേഷൻ ഒന്നും മനസ്സിലാക്കില്ല. ഈ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കുമായിരിക്കും. പക്ഷേ ഡയറക്റ്റ് ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ അവർക്ക് എന്താണോ എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല. പക്ഷെ എടുത്ത് ചാടും, എന്നിട്ട് മിസ്റ്റേക്കാണെന്ന് പറയും. ഇതൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വലിയ കമ്പനിയിൽ നിങ്ങൾക്ക് റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല. വോയിസ് റൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ചിന്തിക്കും, എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്. ഇത് ദുബായിയാണ്. ദുബായിൽ നമ്മൾ എന്തെങ്കിലും കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അബ്സ്കോണ്ടിങ് കിട്ടും. അങ്ങനെയൊക്കെയാണ് നമ്മളതല്ലാത്ത മിസ്റ്റേക്ക് കൊണ്ട് അബ്സ്കോണ്ടിങ് നേടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എനിക്കറിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ വലിയ കമ്പനീസിന് തീരുമാനിക്കാൻ നിന്ന് അതിനെ കുറച്ച് ബുദ്ധിമുട്ടിക്കണം, അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ മിക്കവാറും. അപ്പോൾ അത്